ഹലോ ഗായ്സ്, എല്ലാവർക്കും സഫീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ വീട്ടിലേക്ക് എത്തിയ കുറച്ച് അതിഥികളുടെ വിശേഷങ്ങളാണ്. വേറെ ആരുമല്ല, നമ്മുടെ വാത്തകൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് താറാവ് കുഞ്ഞുങ്ങളെയും കിട്ടിയിട്ടുണ്ട്. ഇവരാണ് നമ്മളുടെ അതിഥികൾ. അപ്പോൾ ഇവരുടെ വിശേഷങ്ങളെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഏകദേശം അവർക്ക് എല്ലാവർക്കും 1 മാസത്തോളം പ്രായമായിട്ടുണ്ട്. നമ്മളുടെ വാത്തകൾ സ്വയം അടയിരുന്ന് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ്. ഈ പ്രാവശ്യം നമ്മൾ വാത്തകൾക്ക് കുഞ്ഞുങ്ങളൊപ്പം വിട്ടില്ല, കാരണം അവർ ചവിട്ടിക്കൂട്ടിയെല്ലാം പോകുന്നതുകൊണ്ടും പിന്നെ ഒരു വാത്തയ്ക്ക് വയ്യാത്ത ഉണ്ടായിരുന്നു, ചത്തുപോയി. അപ്പോൾ ഇനി വല്ല ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞ് വന്നാലോ എന്ന് പേടിച്ച് കുഞ്ഞുങ്ങളെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ബ്രൂഡിങ് ചെയ്താണ് നമ്മൾ വളർത്തിയത്. ഇപ്പോൾ ബ്രൂഡിങ് പ്രായമെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇവർ 2 പേര് മാത്രം നമുക്കൊരു കൂടുതലിട്ട് വളർത്താൻ മുതലാവാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് താറാവ് കുഞ്ഞുങ്ങളെയും കൂടി എടുത്ത് ഒരു 6-7 താറാവ് കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന ഇനം കാക്കി ക്യാമ്പൽ എന്ന താറാവാണ്. ഇവർ നമ്മൾ ഫസ്റ്റ് ടൈമായിട്ടൊന്ന് വെള്ളത്തിലിറക്കി. ഏകദേശം 1 മാസം പ്രായമായിട്ടുണ്ട്. അപ്പോൾ ഇവരെ പിടിച്ചാലുള്ള രസം വേറെ നല്ല തള്ളവാത്തകൾ ഒച്ചപ്പാടും ബഹളമായിരിക്കും. നമ്മളെ കൊത്താനെല്ലാം വരും. നമ്മൾ തള്ളയുടെ കൂട്ടെ വിടാറില്ല. ഇവരും താറാവ് കുഞ്ഞുങ്ങളോടെയാണ് നടക്കുന്നത്. നമ്മളിന്ന് ആദ്യമായിട്ട് അവരെ വെള്ളത്തിലിറക്കിയതാണ്. വെള്ളത്തിലിറക്കിയ ആൾക്കാർ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു താറാവനമാണല്ലോ, അപ്പോൾ താറാവനങ്ങൾക്ക് വെള്ളം മസ്റ്റാണല്ലോ. നമ്മൾ കുടിക്കാൻ വെള്ളം വെച്ച് കൊടുക്കും, കൂട് ചെളിക്കണ കാരണം കുടിക്കാനുള്ള വെള്ളം വെച്ച് കൊടുക്കാറുള്ളൂ. ബട്ട് നമ്മൾ വാത്തകളുടെ ടാങ്കിൽ ഇറക്കിയതാണ്. ഇവരെല്ലാം അടിപൊളിയായിട്ട് കുളി പാസ്സാക്കിയിട്ടുണ്ട്. ഇനിയും താറാവ് കുഞ്ഞിനെ വെച്ച് ഒരു ഡിഫറൻസ് നോക്കി കഴിഞ്ഞാൽ താറാവ് കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും നമ്മൾ ഭയങ്കര പേടിയായിരിക്കും. വാത്തകൾ പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് തീറ്റ കുത്തിയെടുക്കും. നല്ല ഇണക്കമാണ് നമ്മൾ പിടിക്കുന്നതിനും. അടുത്ത് നമ്മൾ തീറ്റ കൊടുത്ത് വളർത്തുന്നുണ്ട്, ഞാൻ തന്നെ തീറ്റ കൊടുത്ത് വളർത്തുന്നുണ്ട്. അവർ നമ്മുടെ അടുത്ത് വരാനും തീറ്റ മേടിച്ച് ഞാനും എല്ലാം ഒരു പേടിയൊന്നുമില്ല. പിന്നെ അവർ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് വെള്ളത്തിൽ നിന്ന് നമ്മളൊന്ന് മുങ്ങിപ്പോയാലെന്നെല്ലാം പേടിച്ച് വെള്ളം കുറച്ചെടുത്തിട്ടുള്ളൂ, ടാങ്ക് നിറച്ച് വെള്ളം എടുത്തിട്ടില്ല. അപ്പോൾ അവർ വെള്ളത്തിൽ കിടന്ന് ആർമാദിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക കൂടി ചെയ്യുക. നമ്മളുടെ വാത്തക്കുഞ്ഞുങ്ങളും താറാവ് കുഞ്ഞുങ്ങളും നല്ല കുളിയാണ്, വെള്ളത്തിൽ കിടന്ന് ആർമാദിക്കണവന്മാർ. അപ്പോൾ ഇനി ഇവർ ഇവിടെ കിടന്ന് നല്ലോണം എൻജോയ് ചെയ്യട്ടെ. താറാവ് കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നല്ല പേടി, ഓട്ടവും ബഹളമൊക്കെയാണ്. അപ്പോൾ ഇതിൽ താറാവ് കുഞ്ഞുങ്ങളിൽ നമുക്ക് എത്ര പൂവനുണ്ട് പെടേണ്ടതെന്ന് നമുക്കറിയില്ല. വാത്തക്കുഞ്ഞുങ്ങളെ പറയാനായിട്ടില്ല. വാത്തക്കുഞ്ഞും കുറച്ച് തൂവലെല്ലാം വെച്ച് കുറച്ചും കൂടി കഴിഞ്ഞാൽ നമുക്ക് വാത്തക്കുഞ്ഞുങ്ങളിലും മെയിലും ഫീമെയിലും നമുക്ക് അറിയാൻ പറ്റുള്ളൂ. താറാവ് കുഞ്ഞുങ്ങളും അത് കുറച്ചായി പപ്പ വന്നിട്ടുള്ളൂ, തൂവൽ ആയിട്ടില്ല. ഇപ്പോൾ നമ്മളുടെ തള്ളമാരുടെ അടുത്ത് നിന്നപ്പോൾ പൂവൻ നമ്മളെ കൊത്താൻ വേണ്ടി റെഡിയാണ്, ഒട്ടും സമ്മതിക്കുന്നില്ല. ഇനി കുളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ മേലുണക്കാൻ വേണ്ടി വെയിലത്ത് നിർത്തിയേക്കുന്നതാണ് ഈ കാണുന്നത്. ഇങ്ങനെ പാട് തന്നെ കൂടുതലിട്ടെങ്കിൽ ചിലപ്പോൾ തണുപ്പ് അങ്ങനെ കൂടി വല്ല വയ്യാണ്ടായാലോ എന്ന് മേടിച്ചാണ് നമ്മൾ കുറച്ച് നേരം വെയിലത്ത് നടത്തി അതിൻ്റെ മേലെ വെള്ളം ഒന്നും ഉണങ്ങിയിട്ടാണ് നമ്മൾ കൂട്ടിലോട്ടാക്കാമെന്ന് വിചാരിച്ചേക്കുന്നത്. പക്ഷേ ആൾക്കാർ നല്ല എൻജോയ്മെൻറ്റാണ്. അവർ മേലത്തെ വെള്ളമൊക്കെ കൊത്തി കുടഞ്ഞ് നടക്കുകയാണ്. ഇവർക്ക് ഒരാളെയും പേടിയും ഇല്ലതാനും. ഇവർ ഓടിച്ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി കളിച്ച് നടക്കുവാണ്. ഇനി പക്ഷേ ഇവരെ കൂടെ നാക്കുമ്പോൾ നമുക്ക് കാക്കയുടെ ശല്യം നല്ലോണം ഉണ്ട്. കാക്ക കൊത്തി കീറി നോക്കുന്നുണ്ട്. കാക്കയുടെ ഒച്ച കേട്ടപ്പോൾ തൊട്ട് മുകളിൽ മരത്തിലെല്ലാം വന്നിരുന്ന് നോക്കുന്നുണ്ട്, റാഞ്ചാൻ വേണ്ടി എല്ലാം ഒക്കെ ആയിട്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ കോഴികൾക്ക് തീറ്റയുടെ അടുത്തേക്ക് കോഴിയുടെ തീറ്റ അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തോട്ട് കുമാരി പയ്യെ നീങ്ങുവാണ്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുറ്റത്ത് കോഴികൾക്ക് അവിടെ പുല്ലിട്ടുണ്ട്. വാത്തകൾ എപ്പോഴും പുല്ല് തീനി വാത്തകളാണല്ലോ. അപ്പോൾ അവർ പുല്ലിൻ്റെ തണ്ടുമ്മേനെ കടിച്ച് ഇതാക്കുന്നത്. താറാവ് കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ പുല്ലിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർ ഫുഡെല്ലാം ഉച്ചക്ക് തവിടും ചോറെല്ലാം കൊടുത്തതിന് ശേഷമാണ് നമ്മളിവരെ പുറത്തോട്ട് ഇറക്കിയത്. അതുകൊണ്ട് കൊക്കെല്ലാം നിറഞ്ഞിരിക്കുന്നുണ്ട്. എന്നാലും ഒരു വാത്ത കുഞ്ഞുങ്ങൾ പുല്ല് കൊത്തുന്നത് കണ്ടപ്പോൾ താറാവ് കുഞ്ഞുങ്ങളും പുല്ലെല്ലാം കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുവാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.